എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ രാമായണ മാസക്കാലത്ത് നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പും മറ്റ് ഏത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ രാമായണവും ശ്രീരാമനുമാണ്. പക്ഷേ ഇതിൽ രാമായണത്തെക്കുറിച്ച് പറയുന്നതിനെ പോലെ തന്നെ ശ്രീരാമന്റെ മഹിമകളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ശ്രീരാമനെ താഴ്ത്തിക്കെട്ടാനും ഹിന്ദുക്കളെ പരിഹസിക്കാനുമായിട്ട് നിരവധി ആൾക്കാർ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുക. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. രാമായണ മാസം ആകുമ്പോഴേക്കും എവിടെ നിന്നറിയില്ല പൊടിയും തട്ടിയെടുത്തിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാരെല്ലാം ചാടി എഴുന്നിട്ട് അയ്യോ ശ്രീരാമന്റെ രാമായണം ജനങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി, അവർ എല്ലാം തന്നെ ഈ സംഖ്യകളാകാൻ പോകുന്നു. അങ്ങനെയാണല്ലോ, രാമായണം വായിച്ചു കഴിഞ്ഞാൽ ആര് വായിച്ചാലും അത് സംഖ്യ. അത് കമ്മ്യൂണിസ്റ്റുകാരൻ വായിച്ചാലും വേണ്ടില്ല, കോൺഗ്രസ്സുകാരൻ വായിച്ചാലും വേണ്ടില്ല, ഒരു ലീഗുകാരൻ വായിച്ചാലും വേണ്ടില്ല, അവരുടെ സംഖ്യയായി. രാമായണം വായിച്ചു കഴിഞ്ഞാൽ സംഖ്യയായി, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ തരത്തിൽ വളരെ മോശമായിട്ട് രാമായണം വായിക്കുന്ന ആൾക്കാരെയും രാമായണത്തിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ശ്രീരാമനെയും വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കുറേ വർഷമായി, ഈ വർഷം കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനമായി പറയുന്നത് വെച്ചാൽ പൂർണ്ണ ഗർഭിണിയായ സീതാദേവിയെ വനത്തിലേക്ക് കൊണ്ടാക്കി, അങ്ങനെ കൊണ്ടാക്കിയ ശ്രീരാമനാണോ മര്യാദ പുരുഷോത്തമൻ? കാരണം ഒരു ഭാര്യയെ പോലും സംരക്ഷിക്കാൻ കഴിയാതെ, അതും പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളെ കൊണ്ടുപോയി വനത്തിലേക്ക് തള്ളിയ രാമൻ എങ്ങനെയാണ് മര്യാദ പുരുഷോത്തനാവുക? അവനെ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുക? ഈ ഹിന്ദുക്കൾ എങ്ങനെ അവരെ ദൈവമായി സങ്കല്പിക്കുന്നത്? അതുകൊണ്ട് രാമനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന വിധത്തിലാണ് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇവർ ഈ പറയുന്ന ആൾക്കാർ ഏതോ ഒരാൾ പറഞ്ഞു, അത് ഏറ്റ് മറ്റുള്ളവരൊക്കെ ഏറ്റുപാടുകയാണ്. ആരോ ഛർദ്ദിച്ചത് വാരി തിന്നിട്ട് വീണ്ടും വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. യാഥാർത്ഥ്യം നമുക്ക് രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് സംഭവിച്ചത്. രാമായണം വായിക്കാത്ത ആൾക്കാർ മറ്റു പല രാമായണങ്ങളുണ്ട്. ബാലരമയിലൂടെ രാമായണം കിട്ടിയിട്ടുണ്ട്, ബാലമംഗളത്തിലൂടെയുണ്ട്, പിന്നെ ചില ചാനലുകളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. രാമായണം തന്നെ നിരവധി തരത്തിൽ പ്രചരിപ്പിക്കാലോ. അതിനെല്ലാം സ്വാതന്ത്ര്യം ഈ സനാതന ധർമ്മത്തിലുണ്ട്. കുറ്റം പറഞ്ഞാലും ആർക്കും പ്രശ്നമില്ല, ഇനി മോശമായി ചിത്രീകരിച്ചാലും പ്രശ്നമില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ സാധാരണ സജ്ജനങ്ങളായ ആൾക്കാർ, ഇത് ഞാൻ രാമായണം വായിക്കുന്ന സാധാരണക്കാരായ ആൾക്കാരോട് പറയട്ടെ ഒരു കാര്യം. ഇത്തരത്തിൽ ശ്രീരാമനെയും രാമായണത്തെയും മോശമായി ചിത്രീകരിക്കാൻ നിരവധി ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എന്ത് വേണമെന്നറിയോ? നിങ്ങൾ ഈ പറയുന്ന വാക്കുകളെല്ലാം തന്നെ സശ്രദ്ധം കേൾക്കണം. എന്നതിന് ശേഷം നിങ്ങൾ രാമായണത്തിലേക്ക് ഒന്ന് പോകണം, രാമായണവും ഒന്ന് വായിക്കണം. എന്നിട്ട് നിങ്ങൾ സ്വയം വിലയിരുത്തണം. ഞാൻ പറയുന്നത് എടുക്കരുത്, അവർ പറയുന്നതും എടുക്കണ്ട, നിങ്ങൾ സ്വയം വിലയിരുത്താം. ഇവിടെ ഹിന്ദുവിനെയും ഹിന്ദുവിന്റെ പുണ്യഗ്രന്ഥങ്ങളെയും വളരെ മോശമായി ചിത്രീകരിച്ച് അതിലൂടെ ആനന്ദം കാണാനും അതിലൂടെ പണം നേടാനും അതിലൂടെ വോട്ട് നേടാനും ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ കുറേ പൊന്തകളും ഉണ്ട്, കുറേ ചന്തകളും ഒക്കെ ഉണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വനത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നു ഇല്ല എന്ന്. അപ്പൊ ഇവർ പറയും രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ. ഏത് രാമായണത്തിൽ പറയുന്നു? രാമായണം എന്ന് പറയുന്നത് 6 കാണ്ഡങ്ങളാണ്. ആ 6 കാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. രാമായണം വായിക്കുന്നവർക്ക് അറിയാം. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധ്യാകാന്ഡം, അതുപോലെ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. 6 കാണ്ഡങ്ങളാണ്. ഈ 6 കാണ്ഡത്തിലും എവിടെയും സീതാദേവിയെ ശ്രീരാമചന്ദ്രൻ വനത്തിൽ ഉപേക്ഷിച്ചതായി പറയുന്നില്ല. പിന്നെയോ ഇത് പറയുന്ന ഭാഗമുണ്ട്. അതെവിടെ അറിയോ? അതങ്ങ് ഉത്തര രാമായണത്തിൽ, ഉത്തരകാണ്ഡത്തിലാണ്. ഈ രാമായണവുമായിട്ട് ഈ പറയുന്ന രാമായണ കഥയുമായി ബന്ധമില്ലാത്ത മറ്റൊരു ഭാഗമാണ് ഉത്തര രാമായണം അല്ലെങ്കിൽ ഉത്തരകാണ്ഡം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്.
അതിലൂടെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതല്ലോ, അതിൽ ഒരുപാട് അബദ്ധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒരുപാട് അബദ്ധങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിശ്വാസയോഗ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വിശ്വാസമാണോ അല്ലയോ എന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താ വിഷയം? ശ്രീരാമചന്ദ്രൻ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ വനത്തിലേക്ക് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രാമായണങ്ങൾ നിരവധിയുണ്ട്. തുറവേ രാമായണമുണ്ട്, അതുപോലെ തന്നെ കൃത്തിവാസ രാമായണമുണ്ട്, തുളസീദാസ രാമായണമുണ്ട്, കണ്ണശ രാമായണമുണ്ട്, അധ്യാത്മ രാമായണമുണ്ട്, അതുപോലെ തന്നെ വാൽമീകി രാമായണമുണ്ട്. അങ്ങനെ നിരവധി രാമായണങ്ങൾ ഇങ്ങനെയുണ്ട്. രാമായണങ്ങൾ നിരവധിയുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മൂലഗ്രന്ഥം എന്ന് പറയുന്നത് വാൽമീകി എഴുതിയിട്ടുള്ള രാമായണങ്ങളാണ്. രാമായണങ്ങൾ വാൽമീകി തന്നെ നിരവധി രാമായണം എഴുതിയിട്ടുണ്ട്. ആനന്ദ രാമായണം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ അത്ഭുത രാമായണം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ വാൽമീകി രാമായണം എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു രാമായണമുണ്ട്. അപ്പോൾ എല്ലാ കഥകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വാൽമീകിയുടേതാണ്. ആ വാൽമീകി രാമായണത്തിൽ സീതാദേവിയും ശ്രീരാമനും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഈ സംഭാഷണം മാത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സീതാദേവിയെ ശ്രീരാമൻ വനത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ടോ പൂർണ്ണ ഗർഭിണിയായിരിക്കെ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ല എന്ന്. അവിടെ സീതാദേവി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതാദേവിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ ജീവന്റെ ജീവനായ പ്രിയതമേ, ഈ ഗർഭിണിയായിരിക്കുന്ന അവസരത്തിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ലേ? നിനക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഗ്രഹം എന്താണ് എന്ന് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം അവൾ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിരിക്കണം ഗർഭം ധരിക്കുന്ന സമയത്ത്. അവൾക്ക് ദുഃഖം ഉണ്ടാകാൻ പാടില്ല, മാനസികമായ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഏറ്റവും ആനന്ദകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഭർത്താവിന്റെ അവസ്ഥയാണ്. അത് ആ കുട്ടിക്ക് പോലും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചോദിക്കണമെന്ന് പറയാൻ കാരണം. ഇത് ശ്രീരാമനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീരാമനോട് സീതാദേവി പറയുന്നത് എന്താണെന്നറിയോ? സ്വാമി, വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വനവാസത്തിന് പോയപ്പോൾ കുറച്ചു കാലം നമ്മൾ എവിടെ താമസിച്ചു? വാൽമീകി ആശ്രമത്തിൽ താമസിച്ചല്ലോ. ആ വാൽമീകി ആശ്രമത്തിൽ താമസിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഇത് എവിടെ പറയുന്നു? വാൽമീകി രാമായണത്തിൽ. മാത്രവുമല്ല, അവിടുത്തെ ശാന്തമായ അന്തരീക്ഷം, സിംഹവും മാനും ഒക്കെ കൂട്ടി വളരെ കളിക്കൂട്ടുകാരെ പോലെ ഓടിച്ചാടി രസിക്കുന്ന ആ അന്തരീക്ഷം, ശാന്തവും സമാധാനവുമുള്ള അന്തരീക്ഷം, ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷം, ആ അന്തരീക്ഷം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല സ്വാമി. അതുകൊണ്ട് ആ സ്ഥലത്ത് വെച്ച് എനിക്ക് കുട്ടിക്ക് ജന്മം നൽകണമെന്നാണ് ആഗ്രഹം. അതിനാൽ ആ സ്ഥലത്ത് വെച്ച് എനിക്ക് പ്രസവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? സീതാദേവി. ഞാൻ പറയുന്നല്ല, ഇത് എവിടെ പറയുന്നു? വാൽമീകി രാമായണത്തിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതും വാൽമീകി രാമായണത്തിൽ എവിടെയാണ്? ഉത്തര രാമായണത്തിൽ നോക്കണം. അപ്പോൾ ആ ഉത്തര രാമായണത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കാം. പിറ്റേ ദിവസം ഇതേ രാമായണത്തിന്റെ ഭാഗങ്ങൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കൗസല്യാദേവി ആരോട് പറയുന്നു? ശ്രീരാമനോട് പറയുന്നു, മോനെ, ഈ സീതാദേവി ഗർഭിണിയായിട്ട് 7 മാസം കഴിഞ്ഞു. ഇനി അവളെ എത്രയും പെട്ടെന്ന് അവളുടെ ഗൃഹത്തിൽ കൊണ്ടാക്കണം. അങ്ങനെയാ ഹിന്ദു വിശ്വാസപ്രകാരം, നമ്മുടെ ആചാരപ്രകാരം പെൺകുട്ടി പ്രസവിക്കേണ്ടത് അവളുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ സംരക്ഷണത്തിലാണെന്നാണ് പറയുന്നത്. അവൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും ശാഠ്യം പിടിക്കാനും വാശി പിടിക്കാനും വേണ്ടി വന്നാൽ ഒരു തല്ല് അങ്ങോട്ട് തല്ലാനും ഒരു തല്ല് ഇങ്ങോട്ട് തല്ലിയാൽ പരിഭവവും ഇല്ലാത്തതും ഒക്കെ എവിടെയാ? സ്വന്തം ഭവനത്തിലാ, സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത്. അപ്പോൾ അവിടെ കൊണ്ടാക്കേണ്ടേ എന്ന് രാമനോട് കൗസല്യ ചോദിക്കുന്നൊരു ഭാഗവും ഇതിനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ അവസരത്തിൽ ഈ കൗസല്യാദേവി ഈ ഒരു കാര്യം ശ്രീരാമനോട് പറഞ്ഞപ്പോൾ ശ്രീരാമന് വളരെ പ്രയാസമാണ് തോന്നിയത്. കാരണം തന്റെ പ്രിയതമയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അന്നത്തെ ആചാരവിധി പ്രകാരം ഭാര്യ വീട്ടിലേക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ, പ്രസവം കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ഭർത്താവിന് ആ വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ഇന്നും അങ്ങനെ ആചാരം നമുക്കിടയിലുണ്ട്, പല സ്ഥലത്തും ഉണ്ട്. ഭാര്യ വീട്ടിലേക്ക് കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് ഭർത്താവ് പോകില്ല. പ്രസവത്തിന് ശേഷം അതിന് മുന്നോട്ട് പ്രസവത്തിനുള്ള ചെലവ് കൊണ്ട് കൊടുക്കുക, അത് കാരണവന്മാരായ ആൾക്കാർ. അല്ലാതെ ഈ ചെറുക്കൻ അവിടെ പോകാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ സീതാദേവി എനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് അതിനൊരു പോംവഴി? സീതാദേവി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിൽ ഈ രാമൻ തന്നെ സീതയുടെ മാതാപിതാക്കളെ കാണുകയും
അവരോട് ഈ കാര്യം സീതാദേവിയുടെ ആഗ്രഹം പറയുകയും അതുകൊണ്ട് വാൽമീകി ആശ്രമത്തിൽ നിങ്ങൾ രണ്ടുപേരും അവിടെ പോകണമെന്നും അവിടെ പോയിട്ട് സീതയ്ക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകണമെന്നും അവരുടെ സന്തോഷത്തിന് കൂട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാൽമീകി ആശ്രമത്തിലേക്ക് ഈ സീതാദേവിയും സീതാദേവിയല്ല ഈ പറയുന്ന ജനകനും ജനകന്റെ ഭാര്യയും എന്ന് സീതയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നെ എവിടേക്ക് പോകുന്നു? വാൽമീകി ആശ്രമത്തിൽ. ഇത് വളരെ ഭംഗിയായിട്ട് ആനന്ദരാമായണത്തിലൂടെ വാൽമീകി എഴുതി ചേർത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആനന്ദരാമായണത്തിൽ ഈ ഭാഗം വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. എന്നിട്ടോ സീതാദേവിക്ക് ആഗ്രഹപ്രകാരം വാൽമീകി ആശ്രമത്തിൽ കൊണ്ടാക്കുന്നു എന്നാണ് വാൽമീകി രാമായണം അല്ലെങ്കിൽ വാൽമീകിയുടെ രാമായണമായ ആനന്ദരാമായണത്തിൽ പറയുന്നത്. അവിടെ കൊണ്ടാക്കുന്ന അവസരത്തിൽ ചില സംഭവ വികാസങ്ങൾ അയോധ്യയിൽ നടക്കുന്നുണ്ട്. അവിടെ മര്യാദ പുരുഷോത്തമനാകുന്ന ഒരു രാജാവിനെ നമുക്ക് കാണാൻ കഴിയും. തന്റെ കുടുംബത്തെക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന രാജാവിനെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒരു അപവാദം വന്നു കഴിഞ്ഞാൽ, ഒരു രാജാവിനെ ഏതെങ്കിലും തരത്തിൽ മോശമാണെന്ന് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും രാജാവിനെതിരെ കുറ്റമുണ്ട് എന്ന് അല്ലെങ്കിൽ ആരോപിക്കുന്ന ഘട്ടത്തിൽ രാജാവ് അത് തിരുത്താൻ തയ്യാറാവണം. ആ തിരുത്താൻ തയ്യാറാവുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. കാരണം അവൻ ഒരു വ്യക്തിയെക്കാളും പ്രധാനമാണ് കുടുംബം, കുടുംബത്തെക്കാൾ പ്രധാനമാണ് നാട്, നാടിനേക്കാൾ പ്രാധാന്യമാണ് രാജ്യം. രാജ്യത്തിന് വേണ്ടി മറ്റൊന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്ന് ശ്രീരാമൻ കാണിച്ചു തരികയാണ്. ശ്രീരാമൻ സീതയെ വനത്തിൽ കൊണ്ടാക്കാൻ വേണ്ടി ലക്ഷ്മണനെ ഏൽപ്പിക്കുന്ന അവസരത്തിൽ തന്നെ അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു സംഭവം കൂടി ഓർത്തു കഴിഞ്ഞാൽ അത് കാര്യം ക്ലിയറായി. എന്താ? ഈ പറയുന്ന അയോധ്യയിലെ ഒരു അലക്കുകാരൻ രാത്രി തന്റെ ഭാര്യയുമായുള്ള സംഭാഷണത്തിനിടയിൽ ഭാര്യയുമായി വഴക്കിട്ടിട്ട് സംഭാഷണം ചെയ്യുമ്പോൾ ഭാര്യ മറ്റൊരു പുരുഷന്റെ അപ്പുറം പോയെന്ന് സംശയിച്ച് ആ അലക്കുകാരനായ ഭർത്താവ് പറയാണ്, നീ ഇനി ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, നിന്നോടൊത്ത് എനിക്ക് താമസിക്കാൻ പറ്റില്ല. കാരണം മറ്റൊരുത്തന്റെ കൂട്ടത്തിൽ പോയ ഒരുത്തിയെ ഞാൻ ഭാര്യയാക്കി വെക്കണമെങ്കിൽ ശ്രീരാമനെ പോലെയല്ല ഞാൻ. ശ്രീരാമൻ അയോധ്യയിൽ ഈ സീതാദേവി രാവണനോടൊന്നിച്ച് രാവണന്റെ ലങ്കയിൽ കഴിഞ്ഞതാ. ആ സീതയെ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അത്ര മര്യാദയില്ലാത്ത ഒരു പുരുഷനാണ് രാമൻ എന്ന് അലക്കുകാരൻ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ, ഒരു അലക്കുകാരന്റെ വാക്കുകൾക്ക് പോലും വില കൽപ്പിച്ചുകൊണ്ട് അവിടെ സീതാദേവിയെ പരിത്യജിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അടക്കാനും കഴിയും. അപ്പോൾ സമാജത്തിന്റെ മുന്നിൽ ഈ ശ്രീരാമൻ സീതാദേവിയെ പരിത്യജിക്കുന്നു. കാരണം ഇത് കൊണ്ടാക്കുന്നത് പോലും ലക്ഷ്മണനാണ്. സീതാദേവിയെ സങ്കടത്തോടു കൂടി വേർപിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈ പറയുന്ന ലക്ഷ്മണനാണ് സീതാദേവിയെ വനത്തിൽ കൊണ്ടാക്കുന്നത്. ഒന്നും പറയാതെ അവിടെ വനത്തിൽ വെച്ച് പ്രസവിക്കാമെന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങോട്ട് കൊണ്ടാക്കുന്നു. ആനന്ദരാമായണത്തിൽ സീത കരഞ്ഞിരിക്കുന്ന സീതയല്ല കാണാൻ കഴിയുന്നത്. അവിടെ ആനന്ദരാമായണത്തിൽ ലക്ഷ്മണൻ അവിടെ കൊണ്ടാക്കുകയും അവരുടെ മാതാപിതാക്കളായിട്ടുള്ള ജനകനെയും ഭാര്യയെയും ഏൽപ്പിക്കുന്ന കാഴ്ച നമുക്ക് ആനന്ദരാമായണത്തിൽ കാണാൻ കഴിയും. അവിടെ ശ്രീരാമൻ ആ കാര്യം കൃത്യമായിട്ട് ഈ ജനകനോട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു രാജ്യാധികാരി, ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം? ഒരു അലക്കുകാരന്റെ പോലും വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാമനെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്നത്തെ രാജാക്കന്മാരും ഇന്നത്തെ മന്ത്രിമാരും ഒക്കെ ചെയ്യുന്ന എന്താ? തൊലിക്കട്ടി കൂടുതലായോണ്ട്, കണ്ടാമൃഗത്തെക്കാളും തൊലിക്കട്ടി കൂടുതലായോണ്ട് ഒരു അലക്കുകാരനല്ല, ഈ ഭൂലോകത്തിലെ മുഴുവൻ ആൾക്കാർ ഒന്നിച്ചു വന്നു കഴിഞ്ഞാലും അഴിമതി നടത്തുകയും പറ്റിക്കുകയും പിടിച്ചു പറിക്കുകയും കൊള്ളരുതായ്മ കാണിച്ചാലും അവർ രാജിവെക്കാനോ അതിന് മാപ്പ് പറയാനോ തിരുത്താനോ തയ്യാറാവാത്ത കാലഘട്ടമാണിന്ന്. ഇവിടെയാണ് മര്യാദ പുരുഷോത്തമനായ രാമന്റെ പ്രസക്തി. അപ്പോൾ ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, പ്രസവ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് തന്റെ നാഥനായ രാമനെ കാണാൻ വേണ്ടി സീതാദേവി കരയുന്ന അവസരത്തിൽ അവിടെ സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ സാന്നിധ്യം ഉള്ളതായിട്ട് ആനന്ദരാമായണത്തിലൂടെ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. ആരാ ആനന്ദരാമായണം എഴുതിയത്? വാൽമീകി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് വളരെ മോശമായ രീതിയിലാണ് ഇന്നത്തെ ആൾക്കാർ ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ രാമന് ഒരിക്കലും സീതയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. നമുക്കത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ ആനന്ദരാമായണത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോയാൽ കാണാൻ കഴിയും. വാൽമീകി രാമായണത്തിൽ നിർത്തുന്നത് സീതാദേവി ഭൂമി വളർന്ന് ഭൂമിയിലേക്ക് പോകുന്നിടത്താണ് നിർത്തുന്നത്. പക്ഷേ അവിടെ ക്രോധാകുലനായ രാമന്റെ ഒരു കാഴ്ചയുണ്ട്. ക്രോധാകുലനായ രാമൻ തന്റെ ധനുസ്സെടുത്ത് ഭൂമിദേവിക്കെതിരെ അസ്ത്രം തൊടുത്തു വിടാൻ നോക്കുമ്പോൾ ഭൂമിദേവി ഭയന്ന് ശ്രീരാമന്റെ അടുത്ത് ക്ഷമാപണം നടത്തുകയും സീതാദേവിയെ തിരിച്ചു കൊടുക്കുകയും ചെയ്തതായിട്ട് ആനന്ദരാമായണത്തിൽ പറഞ്ഞതിന്റെ ബാക്കി കണ്ടിന്യൂ.
വാൽമീകി രാമായണത്തിന്റെ ബാക്കി ഭാഗം ആനന്ദരാമായണത്തിലൂടെ വാൽമീകി തന്നെ വിവരിക്കുന്നു. എന്നതിന് ശേഷം സീതാദേവിയെ സ്വർണ്ണ സിംഹാസനത്തിലിരുത്തി രാമന് നൽകുകയും രാമനും സീതയും കൂടി 1118 വർഷം ഒന്നിച്ച് മക്കളോടൊന്നിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന അയോധ്യയിൽ ജീവിക്കുന്നത് ആനന്ദരാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ രാമനും സീതാദേവിയും എല്ലാം കൂടി ഒന്നിച്ച് ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ദേവലോകത്തേക്ക്, അല്ലെങ്കിൽ താൻ വന്ന തൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നതായിട്ടുള്ള കാഴ്ചയാണ് ആനന്ദരാമായണത്തിലൂടെ വാൽമീകി എഴുതിയിട്ട് ആ രാമായണം പൂർത്തീകരിക്കുന്നത്. പക്ഷേ ഹിന്ദുവിനെ എങ്ങനെയെങ്കിലും ചൊറിയണം, ഹിന്ദുവിനെ എങ്ങനെയെങ്കിലും മോശമായി ചിത്രീകരിക്കണം എന്നുള്ള നിശ്ചയത്തോടു കൂടി അവരുടെ ഇഷ്ടദേവനായിട്ടുള്ള, അവരുടെ ആരാധ്യ പുരുഷനായിട്ടുള്ള ആ ശ്രീരാമനെ തന്നെ മോശമായി ചിത്രീകരിക്കുന്നത് ഇത് ആരാണെന്നറിയോ? ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള ഹിന്ദു വിരുദ്ധരാണ്. അതോടൊപ്പം അതിന് പിന്തുണ കൊടുത്ത് ചുക്കാൻ പിടിച്ച് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കുറെ പൊന്തകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, മറ്റ് ചിലരും ആളുടെ പേരോ മതമോ കാര്യമോ ഇവിടെ പറയുന്നില്ല. കാരണം എത്രയോ പുണ്യ ശ്രേഷ്ഠാക്കൾ, ഈശ്വര തുല്യരായ ആൾക്കാർ പല സെമിറ്റിക് മതങ്ങളിലുണ്ട്. അവർക്കത് പ്രയാസം ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം വിമർശിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് അല്പമെങ്കിലും പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. രാമനെക്കുറിച്ചായിക്കോട്ടെ, സീതയെക്കുറിച്ചായിക്കോട്ടെ, ലക്ഷ്മണനെക്കുറിച്ചാവട്ടെ, ശ്രീകൃഷ്ണനെക്കുറിച്ചാവട്ടെ, ആരെക്കുറിച്ച് വേണമെങ്കിലും ഹിന്ദു വിശ്വാസികളായ ആൾക്കാർക്കായാലും അത് വിമർശിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വിമർശിച്ചോളൂ, പക്ഷെ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാവണം. അല്ലാതെ വിമർശിച്ചിട്ടൊരു കാര്യവുമില്ല. ഇതുപോലെ ശ്രീരാമനെതിരെ ഏതെങ്കിലും രാമായണത്തിലെ ശ്രീരാമചന്ദ്രൻ മര്യാദ പുരുഷോത്തമനാണ് എന്ന് തെളിയിക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. മര്യാദ വിട്ടിട്ട് ഒരു കാര്യവും ഇന്നേ വരെ അല്ലെങ്കിൽ ആ രാമായണത്തിൽ എവിടെയും രാമൻ ചെയ്തതായിട്ട് ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം, രാമൻ മര്യാദ പുരുഷോത്തമനല്ല എന്ന്. നിങ്ങൾ ഇതിന് താഴെ കമന്റ് ഇട്ടുള്ളൂ. അതിനുള്ള മറുപടി രാമായണത്തിൽ നിന്നും തന്നെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.